മൂകാംബിക ദർശനം കഴിഞ്ഞ് ടെമ്പിളിന് മുന്നിലെ റോഡിൽ നിന്ന് ജീപ്പ് എടുത്ത് ഞങ്ങൾ യാത്ര തുടങ്ങി. 3000 രൂപയാണ് ഒരു ജീപ്പിന്. ജീപ്പിൽ യാത്ര തുടങ്ങി. ആദ്യം നല്ല ടാർഡ് റോഡിൽ സ്മൂത്തായ യാത്രയായിരുന്നു. വഴിയിലെ ഒരു വില്ലേജിൽ വണ്ടി നിർത്തും. അപ്പോൾ ട്രക്കിങ്ങിന് ആവശ്യമുള്ള വെള്ളമെല്ലാം വാങ്ങി കൈ പിടിക്കുന്നത് നല്ലതാണ്. പ്രൈവറ്റ് വെഹിക്കിൾ കൊണ്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പെർമിഷൻ ഇല്ല. ഇവിടെയുള്ള ഡ്രൈവേഴ്സിന് മാത്രമാണ് പെർമിഷൻ ഉള്ളത്. പ്രൈവറ്റ് വെഹിക്കിൾ കൊണ്ട് പോയാലും ബുദ്ധിമുട്ടാണ്, കാരണം അത്രയ്ക്കും ഹെവി ഓഫ് റോഡ് യാത്രയാണ്. അതുകൊണ്ട് ഡിസ്ക് ഇഷ്യൂ ഉള്ളവരും പ്രായമായവരൊക്കെ പോവാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഓഫ് റോഡ് തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹെവി ഓഫ് റോഡാണ്. കൂടാതെ ചെറിയ മഴയും ഉള്ളതിനാൽ ഫുള്ള് ചെളിയാണ് പോകുന്ന വഴിയിലെല്ലാം. പിന്നെ ഈ ഒരു വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തി തരും. മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുക. അതുപോലെ നല്ല കാറ്റും. പിക്സ് എടുക്കാനും അതുപോലെ അതുവരെയുള്ള യാത്രാക്ഷീണം മാറാനും ഇനി അങ്ങോട്ടുള്ള യാത്രാക്ഷീണം സഹിക്കാനും ഒക്കെയുള്ള ശക്തി കിട്ടാനൊക്കെ ഈ ഒരു ബ്രേക്ക് നല്ലതാണ്. പിന്നെ വീണ്ടും യാത്ര തുടങ്ങി. ഇതുവരെ ഉണ്ടായതിനേക്കാളും കുറച്ചും കൂടി കാഠിന്യം കൂടിയ ഹെവി ഓഫ് റോഡാണ്. അങ്ങനെ ഇടയിൽ ഒരു വണ്ടി സ്റ്റക്കായി. എന്നാൽ അവർ എക്സ്പീരിയൻസ്ഡ് ആയ ഡ്രൈവേഴ്സ് ആയതിനാൽ അതൊക്കെ സോൾവ് ആക്കി കയറിപ്പോയി. അങ്ങനെ അവസാനം നമ്മൾ ഡ്രോപ്പ് പോയിന്റിലെത്തി. ഈ വിഷ്വൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എത്രത്തോളം കോട ഉണ്ടെന്നുള്ളത്. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. അവിടെ തൊഴുത ശേഷം നടന്നുകൊണ്ട് ട്രക്കിംഗ് തുടങ്ങി. നല്ല കോട നിറഞ്ഞ മലമുകളിലേക്ക് കാടിനുള്ളിൽ കൂടെ ഒരു 2 കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്ത് വേണം സർവജ്ഞപീഠം എത്തുവാൻ. പോകുന്ന വഴിയിലെ എല്ലാ കാഴ്ചകളും നല്ല മനോഹരമാണ്. പതുക്കെ ട്രക്ക് ചെയ്ത് കയറുകയാണ് നല്ലത്, അല്ലെങ്കിൽ വേഗം ടയേർഡാവും. അതുപോലെ സൂക്ഷിച്ച് ട്രക്കിംഗ് ചെയ്യണം, കാരണം വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ട് താഴെ കൊക്കയിലേക്ക് വീഴാനുള്ള ചാൻസസ് ചില സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് നല്ല പോലെ ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള സസ്യങ്ങളും ജീവികളെയൊക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാം. എല്ലാം മനോഹരമായ കാഴ്ചകളായിരുന്നു. അങ്ങനെ നീണ്ട 2 കിലോമീറ്റർ ട്രക്കിനൊടുവിൽ നമുക്ക് മുൻപിൽ സർവജ്ഞപീഠം നമുക്ക് കാണാൻ സാധിക്കും. കോട നിറഞ്ഞ മലയുടെ മുകളിൽ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ മതിയാവോളം അവിടെ സമയം ചിലവഴിച്ച ശേഷം തിരിച്ചിറങ്ങി ആ യാത്ര അവസാനിപ്പിച്ചു.